ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഓഗസ്റ്റ് 28 ആണ്ടുവട്ടത്തിലെ 21-ാം വാരം വ്യാഴം. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശവും അതേസമയം തന്നെ ഒരു മുന്നറിയിപ്പുമാണ് ഈ സുവിശേഷ ഭാഗം. മാത്രമല്ല, നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റവും യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. യേശു പറയുന്നു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. യേശുവിൻ്റെ വരവ് അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായിരിക്കുമെന്ന് നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം ഒരുക്കത്തിൻ്റെ ജീവിതമായിരിക്കണം. യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങി ഹൃദയത്തിൽ ഉണർന്നിരിക്കുന്നവരായി നാം മാറണം. യഥാർത്ഥ വിശ്വാസം എന്നത് ഒന്നും ചെയ്യാതെയുള്ള കാത്തിരിപ്പല്ല, മറിച്ച് സജീവവും ദൈനംദിനവുമായ നമ്മുടെ ഒരുക്കമാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്ന് കരുതി നാം ഭയത്തോടെ ജീവിക്കണമെന്നല്ല യേശു പറയുന്നത്, മറിച്ച് ഉത്സാഹമുള്ള ഹൃദയത്തോടെ വിശ്വാസത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് ആത്മീയതയിൽ വളരുന്നവരായി നാം ജീവിക്കണം. 2 ഭൃത്യന്മാരുടെ ഉപമയിലൂടെ യേശു ഇത് വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ചവനാണ്. ഈ ഭൃത്യനെ ഭരമേൽപ്പിച്ച ദൗത്യം ഉത്സാഹത്തോടെ നിറവേറ്റുക എന്നതാണ് ഭൃത്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതായത്, തൻ്റെ ചുമതലയിലുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ശുശ്രൂഷകനാണ് അവൻ. താൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ് എന്നുള്ള തിരിച്ചറിവാണ് ആ ഭൃത്യനെ ആത്മാർത്ഥതയുള്ളവനായി മാറ്റുക. ഇതിനു നേർ വിപരീതമാണ് ദുഷ്ടനായ ഭൃത്യൻ. അവൻ തന്നോട് തന്നെ പറയുന്നു, യജമാനൻ വരാൻ വൈകും. ഈ ചിന്ത എല്ലാ കാര്യങ്ങൾക്കും ഒരു ന്യായീകരണമായി അവൻ ഉപയോഗിക്കുകയാണ്. അവൻ തനിക്ക് ധാരാളം സമയമുണ്ടെന്ന് വിശ്വസിച്ച് തൻ്റെ കർത്തവ്യം അവഗണിക്കുന്നു. ഒടുവിൽ യജമാനന്റെ വരവ് അവനെ ശിക്ഷയ്ക്കും കപടനാട്യക്കാരുടെ കൂട്ടത്തിലേക്കും തള്ളിക്കളയുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന ഒരു വലിയ അപകടം ഇവിടെയുണ്ട്. നാം മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ് എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടമായി പോകുന്നു. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചാൽ തീർച്ചയായും മറ്റുള്ളവരുടെ മുൻപിൽ അല്പം ഒന്ന് ചെറുതാകാനും അവർക്ക് വേണ്ടി നമ്മുടെ സമയവും കഴിവുമൊക്കെ മാറ്റിവയ്ക്കാനും നമുക്ക് സാധിക്കും. നാളെ എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാതെ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയ പരിവർത്തനത്തിനുള്ള സമയമാണെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം വലിയൊരു ഉദാഹരണമാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, യഥാർത്ഥ തിരിച്ചറിവ് തനിക്കുണ്ടായപ്പോൾ പിന്നീടുള്ള അഗസ്റ്റിൻ്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. താൻ ഇത്രത്തോളം ജീവിച്ച തിന്മയുടെ വഴി ആ നിമിഷം തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായി അദ്ദേഹം മാറി. ഈ വചനഭാഗം നമ്മോട് പറയുകയാണ്, ജീവിതത്തിലെ ഓരോ നിമിഷവും ജാഗ്രതയോടെ ആയിരിക്കുക. ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് അതിൻ്റെതായ സമയമുണ്ട്. അതിനായി ജാഗ്രതയോടെ നാം കാത്തിരിക്കണം. നമ്മുടെ യജമാനൻ വരാൻ വൈകുമെന്ന് കരുതി നാം സുഖലോലുപതയിൽ ജീവിക്കുകയാണോ? നമ്മുടെ ജീവിതത്തിലെ ചെറിയ ജോലികളിൽ പോലും നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ്? ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ മുഴുകി നാം ആത്മീയതയിൽ ഉറങ്ങിപ്പോയവരായി മാറരുത്. മറ്റുള്ളവരുടെ ശുശ്രൂഷകരാണ് നാം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. യേശു പറയുന്നു, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.